അനിയനെ എങ്ങനെ ഉണ്ടായിരുന്നു? മെയിനായിട്ട് ഭാഷ പടം കണ്ട എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചപ്പുറത്തേക്ക് മാറി കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു? അനിയുടെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ട്. ഞാൻ ഭയങ്കര തിയേറ്ററിൻ്റെ അകത്ത് നമുക്ക് ഒരു മിനിറ്റ് വേറെ ചിന്തയിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. പടം തുടങ്ങിയ അവസാനം വരെ ഇത് എങ്ങനെയാണ് ഇത് കുരുക്കഴിച്ചെടുക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ രീതിയിലൊരു ഔട്ട് പ്രതീക്ഷിച്ചിരുന്നു ഇത്ര എക്സ്ട്രീം ആയിട്ട് ഒരു സംഭവം വരുമെന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഈ ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമ കാണുമ്പോൾ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ള കാര്യം. ഷോർട്ട് ഫിലിം തന്നെ ഭയങ്കര ഒരു ത്രില്ലർ മൂഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ എക്സ്റ്റൻഷൻ എന്താണെന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അഗെയിൻ പെർഫോമൻസസ് നമുക്കറിയാം, കുറച്ച് പേരെ വെച്ചിട്ടാണ് ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഫുൾ ഓഫ് ചെയ്തത്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാവരും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അനിയനോട് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? കണ്ടിറങ്ങിയ സമയത്ത് പിന്നെ പറഞ്ഞോളാം. ഇല്ല, ഇത് എല്ലാവരുടെയും ലൈഫില് ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സിനിമ വരുമല്ലേ കേട്ടോ. ഇതാരും അനിയന്റെ കരിയർ ബെസ്റ്റ് വിനീതേട്ടനോട് ചോദിക്കും. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പടം? പടം നിങ്ങളാണ് കാണേണ്ടത്, നിങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത്. ഞാൻ ആസിരൊക്കെ ചോദിക്കായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ കഥ അറിയുന്നത് കൊണ്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നതാണ്. ആ രീതിയിൽ ഫസ്റ്റ് ടൈമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച്. സന്തോഷം, ഇഷ്ടമാണ്. ഈ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആങ്കറി മാൻ ഓൾസോ. അതെ, ഞാൻ യൂണിഫോമിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈ ഉണ്ടായിരുന്നു എനിക്ക്. അതിനേക്കാൾ ഉപരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഷോർട്ട് ഫിലിം എനിക്ക് കണ്ടപ്പോൾ തൊട്ട് അത് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫിലിമാണ്. അത് സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതെങ്ങനെ വരും എന്നറിയാനുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. എങ്ങനെ ഉണ്ടായത് ഈ ഒരു എക്സ്പീരിയൻസ്? എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ ഇത് തന്നെയായിരുന്നല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര സന്തോഷം. എനിക്കൊന്നും പറയില്ല. എനിക്ക് ഇനി എല്ലാവരും പടം കണ്ട അഭിപ്രായം പറയുക. അതിനുവേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ 2 സീറ്റ് അപ്പുറം പോയി. ഭയങ്കര സന്തോഷം. ഇല്ല, ഞാൻ വീട്ടിൽ പോയി പറയും. താങ്ക് യു. എല്ലാവരും പടം പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കിടിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല സ്പീക്കറും നല്ല സൗണ്ടൊക്കെ ഉള്ളിടത്ത് പോയി കേട്ടോ. അപ്പോൾ